ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു നോമ്പോതര വിഭവമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 5 പീസ് ബ്രെഡിൻ്റെ ആവശ്യമില്ല. ഞാനിതിവിടെ 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പമുള്ള 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതിയാകും. ചെറിയ കുഞ്ഞു ബ്രെഡാണെങ്കിൽ ഒരു 4 വരെയൊക്കെ എടുക്കാം. ഇതൊരു മീഡിയം വലിപ്പം മാത്രമേ ഉള്ളൂ. ആ ബ്രെഡിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് റംസാന് നോമ്പുറ വിഭവമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്യൂബായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഇതേക്ക് നല്ല ക്യൂബായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ ചെറിയ 2 സവാളയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നുള്ളത് നോക്കിയിട്ട് പച്ചമുളകിൻ്റെ അളവിൽ എണ്ണ കൂട്ടാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ചുവന്ന് മൂത്ത് അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഈ ഒരു രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, എല്ലാം ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവും ഉപ്പും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുകയോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികൾ ഈ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിലേക്ക് ഈ പൊടികളിലൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം, ചെറിയൊരു കൈപ്പിടിയോളം വരുന്ന മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. പുഴുങ്ങിയെടുത്തിട്ടുള്ള 2 കോഴിമുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് കുത്തി അടിച്ചിട്ട് അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇടയിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. മുട്ട നിങ്ങൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയതെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഉപ്പിടാതെയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഉപ്പ് ഞാൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാല എന്താ പറയുക, ഈ ഒരു മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, 1/2 ടീസ്പൂണില്ല 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തത് നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി കട്ടാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ.
എന്നിട്ടത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാല് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രം പാല് ചേർത്താൽ മതിയാകും. അപ്പം മുട്ട നന്നായിട്ട് മിക്സാക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബീറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് പാലും ഫുള്ളാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാല് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പം നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ കട്ടയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക. അന്ന് കരിച്ചല്ല ഈ ബ്രെഡിലേക്ക് ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക മുങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അവസാനം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. ഇനി ഇതുപോലെ ഈ പാനിലേക്ക് നമ്മളിവിടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് മുട്ടയുടെയൊക്കെ ആ കൂട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഒരല്പം നെയ്യൊന്ന് ഞാൻ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കാണ്, നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ചെറുതാക്കി ഒന്ന് അങ്ങനെ ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരെ കരിഞ്ഞു പോകൂല, ഒട്ടിപ്പിടിക്കൂല കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഈ ബ്രെഡ് മുട്ടയുടെ എല്ലാ ഭാഗത്തും ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ ആക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഫില്ലിങ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഫില്ലിങ് കൊണ്ട് നമുക്ക് സമൂസയും റെഡിയാക്കി എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ആക്കി നോക്കിക്കോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ഒരു പോളയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. കുറഞ്ഞ ചേരുവകൾ മാത്രം, വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം, ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റ് മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ഇനി ഇതുപോലെ ഒരല്പം നെയ്യൊന്ന് നമ്മൾ പാനിലേക്കൊന്ന് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റോളം മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം, ഇതുണ്ടാക്കാൻ എടുക്കുന്ന പാത്രം കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടിയിലൊരു പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അടിയൊന്നും കരിഞ്ഞു പോകൂല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായവും അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് കുറവായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എന്താണോ വീഡിയോ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. എല്ലാവരും അഭിപ്രായം അറിയിക്കുന്നതനുസരിച്ച് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സഹായിക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.